ज्ञातिम्रान्तस्य ज्ञानाञ्जलिशलाकयां चक्षुर्मीलितं येन तस्मै श्रीगुरुं श्रीचैतन्येश्वरं मम ज्ञानतिम्रान्तस्य ज्ञानाञ्जलिशलाकया चक्षुर्मीलितं तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं दुर्गदामख्यं ददाति सपदान्तिकम्। हरे कृष्ण। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुर्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामख्यं ददाति सपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं भजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च नमामि विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाशादिदेशारणे। हे कृष्ण करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यो च पदानां पावनेभ्यो विष्णुवेभ्यो नमो नमः। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये അഷ്ടപ്രശോഭദ്രേഷന്ത്യം ഭഗവത്. ഹരേ കൃഷ്ണ, എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ലേറ്റായി പോയി തുടങ്ങാൻ, നെറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കേൾക്കുന്നുണ്ടോ മാതാജി ഇപ്പോ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹലോ, കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ട് പ്രഭു. ആ, കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വരുന്നുണ്ട്. ഭഗവാൻ തിരിച്ചു പോകാനുള്ള ആ ഒരു സമയമായി, അവിടെ വിട്ട് തിരിച്ചു ദ്വാരയ്ക്ക് പോകാനുള്ള സമയമായി. അപ്പോ കുന്തിദേവി പറയുന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ അന്ന് നിർത്തിയത്. കാരണം ഇത്രയും വലിയൊരു ദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ടും ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ ആ ഒരു സാമീപ്യം കൊണ്ട് തന്നെ അവര് സന്തുഷ്ടരായെന്നൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ കുറച്ച് അങ്ങനെ ഇവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ. ദ്രൗപദിയും ഈ പാണ്ഡവരൊത്ത് അങ്ങനെ ജീവിക്കുന്ന സമയത്ത്
അവിടെ നാരദമുനി എത്തുകയാണ് അല്ലെ. നാരദമുനി എന്ന് പറയുന്നത് നാരദമുനിയുടെ പ്രത്യേകത എന്താണ്? നാരദമുനിയുടെ ഡ്യൂട്ടി എന്താണ്? ദൗത്യം എന്താണ്? അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ആർക്കെങ്കിലും പറയാമോ? എല്ലാ ലോകങ്ങളിലും ചെന്നിട്ട് ഹരേ കൃഷ്ണ പ്രഭുജി, എല്ലാ ലോകങ്ങളിലും ചെന്നിട്ട് ഈശ്വര ഭക്തി പ്രദാനം ചെയ്യുക എന്നുള്ളതല്ലേ? ഹരേ കൃഷ്ണ. ഭക്തി പ്രദാനം ചെയ്യുക. അത് മാത്രമല്ല, ഈ ആൾക്കാരെ അത് തന്നെ അതിൽ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാല് ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഭക്തിയിലേക്ക്, താമസം ഇല്ലാതെ എത്രയും പെട്ടെന്ന് ഭക്തിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ സേവനങ്ങള്. നാരദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർക്കെങ്കിലും പറയാമോ? നാരദ. സംസ്കൃതത്തിൽ ഓരോ വാക്കുകൾക്കും ഓരോ പേരുകൾക്കും പ്രത്യേകം ശരിക്കുള്ള അർത്ഥമുണ്ട്. നമ്മൾ ഇന്ന് ഇടുന്ന പേരുകൾ പോലല്ല. എന്താണ് നാരദ എന്ന് പറഞ്ഞാൽ? നാരൻ ജലമാണല്ലോ പ്രഭു. ഹരേ കൃഷ്ണ. ദാ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്തത്. ആ, ഇവിടെ കൊടുത്തിരിക്കുന്ന പറയുന്ന അർത്ഥം അതായത് മനുഷ്യർക്ക് ഭഗവാന് നാരായണനെ ദാനം ചെയ്യുന്നവനാണ് നാരദൻ. യശോദ എന്ന് പറഞ്ഞാൽ എന്താണ്? യശസ് ദാനം ചെയ്യുന്നവൾ ഒക്കെയാണ്. സംസ്കൃതത്തിൽ ഓരോ പേരുകൾക്കും ഓരോ പ്രത്യേക അർത്ഥങ്ങളുണ്ട് അല്ലെ. മറ്റുള്ളവർക്ക് നാരായണന് ദാനം ചെയ്യുന്നവനാണ്. നാരായണൻ എന്ന് വെച്ചാൽ ഒരു വസ്തുവാണ് അടുത്ത് കൊടുക്കാൻ അല്ല. അതിന്റെ അർത്ഥം നാരായണനിലേക്ക് എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ആള് അല്ലെ. അങ്ങനെ ആ അർത്ഥത്തിൽ നാരായണനെ കൊടുക്കുന്ന ആളാണ് നാരദൻ. അപ്പൊ നാരദമുനി എല്ലാ സ്ഥലങ്ങളിലും എത്താറുണ്ട്. നമുക്കെല്ലാം അദ്ദേഹത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അല്ലെ. എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാം അദ്ദേഹത്തിന്റെ ദാസീപുത്രനായിട്ടുള്ള ജീവിതം അവസാനിച്ച് അടുത്ത ജന്മം കിട്ടുമ്പോ അദ്ദേഹം എവിടെയും ഭഗവാനെ പോലെ തന്നെ ഭഗവാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എന്താ പറയുക, നിഷ്പ്രയാസം കടന്നു ചെല്ലാൻ ഉള്ള അനുഗ്രഹമുള്ള ഒരു നിത്യമുക്തനായിട്ടാണ് അദ്ദേഹം വരുന്നത്. അവിടെ അതിന് എല്ലാ സ്ഥലങ്ങളിലും പ്രവേശനമുണ്ട്. രാവണൻ നമുക്ക് കാണാം. രാവണന്റെ കൊട്ടാരത്തിലും ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിലും ദേവേന്ദ്രന്റെ അടുത്തും വൈകുണ്ഠത്തിലും ബ്രഹ്മലോകത്തിലും കൈലാസത്തിലും എല്ലായിടത്തും അതിന് ഈസി ആയിട്ട് കടന്നു ചെല്ലാൻ കഴിയും. അങ്ങനെ ഒരു പ്രത്യേക അനുഗ്രഹമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇവിടെയും എത്തി, ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. പാണ്ഡവരോട് സംസാരിച്ചു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഓരോരോ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം കൊടുത്തു. അദ്ദേഹം ഗുരുവാണല്ലോ. നമ്മുടെ പരമ്പരയില് പൂർവ്വ ആചാര്യന്മാർ ഒരാളാണ് അല്ലെ നാരദമുനി. നാരദമുനിയുടെ ശിഷ്യനാണ് വ്യാസൻ, അറിയാലോ. നമ്മളും വ്യാസദേവന്റെ പരമ്പരയാണ്. അപ്പോ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളോട് പറയും. ഒരു സ്ത്രീയുടെ കൂടെ 5 ഭർത്താക്കന്മാർ ജീവിക്കുന്ന അത്ര എന്താ പറയാ ഒരു എളുപ്പമുള്ള കാര്യമല്ല. വളരെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെ എന്താ പറയാ അവർ ഛിന്ന ഭിന്നമായിട്ട് പല എന്താ പറയാ തെറ്റിപ്പിരിയാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അദ്ദേഹം അതുകൊണ്ട് അതിനു വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഇവരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ധർമ്മം അനുഷ്ഠിച്ച് ലോകത്ത് നന്മയും ധർമ്മവും ഒക്കെ പാലിച്ചു പോകാനുള്ള ഒരു എന്താ പറയാ ഒരു വഴികാട്ടിയായിട്ട് അദ്ദേഹം മാറുകയാണ് അവിടെ. അത് അദ്ദേഹം കഥകൾ പറഞ്ഞു കൊടുക്കും അല്ലെ. പണ്ട് കാലങ്ങളിൽ അങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് എന്താ പറയാ ചെറിയ ചെറിയ കഥകളിലൂടെയാണ് നമുക്ക് ഓരോ തത്വങ്ങൾ പറഞ്ഞു തരാം. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനൊക്കെ അങ്ങനെ ഒരുപാട് കഥകൾ, പ്രത്യേകിച്ച് അച്ഛൻ ഒരുപാട് കഥകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ സന്ദർഭം അനുസരിച്ചിട്ട് ഓരോ ചെറിയ കുഞ്ഞു കഥകൾ പറഞ്ഞു തരും. അപ്പൊ കുട്ടികളുടെ മനസ്സിലൊക്കെ ഇത് സാധാരണ എന്താ പറയാ അതങ്ങ് മനസ്സിലങ്ങ് ഉറയ്ക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ മുത്തശ്ശിമാരോ അച്ഛനും അമ്മയ്ക്കും അറിയോ, എല്ലാവർക്കും സമയമില്ല. അതാണ് കുട്ടികൾക്ക് വലിയ ധർമ്മ മൂല്യങ്ങളൊന്നും അറിയാൻ പറ്റാതെ പോണത്. അല്ലാതെ അത് ചെയ്യുന്നവർക്ക് വെറുതെ പറഞ്ഞിട്ട് അവർക്ക് അത് ചില മനസ്സിൽ അവർക്ക് കയറണമെന്നില്ല. പക്ഷെ കുട്ടികൾ കഥാരൂപത്തിലാകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റും. നമുക്കറിയില്ലേ പഞ്ചതന്ത്ര കഥകൾ എങ്ങനെയാണ് ഉണ്ടായതും അല്ലെ. ബുദ്ധി കുറച്ച് കുറവായ രാജകുമാരന്മാരിട്ട് അല്ലെ വിഷ്ണു ശർമ്മൻ കഥകള് ഉണ്ടാക്കിയതും അവർക്ക് വലിയ വലിയ തത്വങ്ങൾ പഠിപ്പിച്ചത് രാജതന്ത്രജ്ഞത വരെ അവരെ പഠിപ്പിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കഥകളിൽ കൂടിയാണ് അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ കൂടെ പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. ഇവിടെയും ഇവര് കുട്ടികൾ നല്ലെങ്കിലും അവർക്കും ഉദാഹരണങ്ങൾ കൂടിയാണ് നാരദർ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ അദ്ദേഹം വളരെ പഴയ ഒരു ചരിത്രം പറയുന്നുണ്ട്.
നികുംബൻ എന്നൊരു അസുരന്റെ 2 മക്കള്. അവരുടെ പേര് സുന്ദനും ഉപസുന്ദനും എന്നാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ അസുരന്മാര് എന്താ ചെയ്യാ, ബ്രഹ്മാവും അല്ലെങ്കിൽ വിഷ്ണുവിനെ തപസ് ചെയ്യാറില്ല അവര്. കാരണം അവരുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാർഗ്ഗം ഇത് രണ്ടുമാണ്. എളുപ്പമാർഗ്ഗം നമ്മൾ പറയുന്നു, പക്ഷെ അത്ര എളുപ്പമാർഗ്ഗം അല്ലത്. നമുക്കറിയാം അസുരന്മാർ എങ്ങനെയാണ് തപസ് അനുഷ്ഠിക്കുന്നത് അല്ലെ. ചിലർ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ വളരെ കഠിനമായ തപസ് വിന്ധ്യാപർവ്വതത്തിൽ പോയിട്ട് തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. അവരുടെ ലക്ഷ്യം ഈ പ്രപഞ്ചത്തിൽ തന്നെ എന്താ പറയാ അടക്കി വാഴുക, പ്രപഞ്ചത്തിന്റെ അധിപതികളായിട്ട് മാറുക എന്നുള്ളതാണ്. ഈ സുന്ദബോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യന്തം അടുത്ത സുഹൃത്തുക്കളും കൂടിയാണ്. സഹോദരന്മാർ മാത്രമല്ല, ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയാണ്. ഒരു പാത്രത്തിൽ ഉണ്ണ, ഒരു പായിൽ ഉറങ്ങുക, ഇതൊക്കെയാണ് അവരുടെ ഇത്. അത്രയും എന്താ പറയാ ഒറ്റക്കെട്ട് എന്നവര്. ഇവരൊരുമിച്ച് തന്നെ നിന്നുകൊണ്ട് അങ്ങനെ തപസ് അനുഷ്ഠിച്ചു. തപസ് എന്ന് വെച്ചാൽ കഠിനമായ തപസ്. അവസാനം അവരുടെ സ്വന്തം ശരീരത്തില് മാംസമൊക്കെ എന്താ പറയാ മുറിച്ച് ഹോമിക്കാനൊക്കെ തുടങ്ങി. അത്ര വലിയ കഠിനമായ തപസ്സൊക്കെ അനുഷ്ഠിച്ചു തുടങ്ങി. അങ്ങനെ അപ്പൊ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഞങ്ങക്ക് ഈ സർവ്വലോകത്തിന്റെ അധിപന്മാരായിട്ട് മാറണം, എന്താ പറയാ അമർത്യരായിട്ട് മാറണം, മരണമില്ലാത്ത അവസ്ഥയിലെത്തണം. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് എന്റെ 100 വയസ്സ് കഴിയുമ്പോൾ ഞാൻ സീറ്റിൽ നിന്ന് പോണം. അതുകൊണ്ട് അതൊന്നും പറ്റില്ല, വേറെ എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. ലോകത്തിന്റെ അധിപതിയൊക്കെ ആക്കാം. അപ്പൊ ഇവര് വളരെ ബുദ്ധിപരമായിട്ട് ചോദിക്കും, ശരി ഒരു കാര്യം അങ്ങനെ ചോദിക്കും, ഇതാ ഞങ്ങൾ തപസ് ചെയ്തല്ലേ, ഞങ്ങൾക്ക് ചോദിച്ചു തരാൻ പറ്റില്ല ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറയും, ശരി ഒരു ഓപ്ഷൻ തരാം, നിങ്ങൾക്ക് മരിക്കാനുള്ള മാർഗം സ്വയം തിരഞ്ഞെടുക്കാം. എങ്ങനെ മരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാം. അതും ആ ഓപ്ഷൻ വേണമെങ്കിൽ ഞാൻ തരാം. അപ്പോ സ്വന്തനും ഉപസുന്ദനും അവർ തമ്മിലുള്ള ആ ഒരു ഇരിപ്പുവശവും സ്നേഹബന്ധത്തിന്റെയൊക്കെ ഒരു അമിത വിശ്വാസത്തില് ഒരു കാര്യം ചോദിക്കും. എന്താന്ന് വെച്ചാല്, ഞങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് പരസ്പരം മാത്രമേ പറ്റാവൂ, അങ്ങനെ പറ്റാവൂ. വേറൊരാൾക്ക് ഞങ്ങളെ കൊല്ലാൻ പാടില്ല. സുന്ദരനെ കൊല്ലാൻ ഉപസുന്ദനും, ഉപസുന്ദരനെ കൊല്ലാൻ സുന്ദരനും മാത്രമേ പറ്റൂ. വേറെ ആർക്കും അവരെ കൊല്ലാൻ സാധിക്കരുത്. അപ്പോൾ ബ്രഹ്മാവും തഥാസ്തു എന്ന് പറയും. അങ്ങനെ അനുഗ്രഹിച്ചിട്ട് ബ്രഹ്മാവ് പോവാണ്. അതിനുശേഷം ഇവരുടെ കലാപരിപാടികൾ ആരംഭിക്കും. ബ്രാഹ്മണരെ ഉപദ്രവിക്കുക, യജ്ഞഹോമാദികളില് അശുദ്ധികൾ കൊണ്ടിടുക, അവരെ ഉപദ്രവിക്കുക, അങ്ങനെ പല അറിയാലോ. അസുരന്മാരെന്ന് വെച്ചാൽ അതാണല്ലോ. അസുരന്മാർ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യുവർ. സാധാരണ ഒരു മനുഷ്യന് നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം അവർ ചെയ്യും. നമ്മൾ ചോദിക്കല്ലേ, നീക്കൊരു മനുഷ്യനാണോ ആണെന്ന് ചോദിക്കാറില്ല ചില സമയങ്ങളിൽ ചില മനുഷ്യരുടെ പ്രവൃത്തി കണ്ടിട്ട്. അതാണ് ആസുരികമായ പ്രവൃത്തികൾ. നമുക്കറിയാം സാധാരണ മാനുഷികമായിട്ടുള്ള ഒരു നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റില്ല. പക്ഷെ ഇവരതൊക്കെ ചെയ്യും. ലോകം മൊത്തവും യജ്ഞഹോമാദികളും തപസ്സും എല്ലാം നിന്നു. ബ്രാഹ്മണരൊക്കെ ജീവനുള്ളവരൊക്കെ കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഋഷിമാരും മുനിമാരും ഒക്കെ ഇടയിൽ ഒളിച്ചു താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവര് ഈ എന്താ പറയാ 14 ലോകം വിറപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവര് തന്നെ സ്വയം ഈശ്വരന്മാരുമായിട്ടും അതീശന്മാരുമായിട്ടൊക്കെ വാഴാൻ തുടങ്ങി. ഇവര് അപ്പോഴും ആ സ്നേഹബന്ധത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഒരുമിച്ച് തന്നെ ഒറ്റ മനസ്സോടുകൂടി രാജ്യം ഭരിക്കാൻ തുടങ്ങി. പക്ഷെ നമുക്കറിയാം, ഒരു സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ എവിടെയെങ്കിലും 2 അധിപന്മാർ ഈക്വൽ പവറിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവിടെ വളരെ പ്രശ്നങ്ങളുണ്ടാവും. എപ്പോഴായാലും എത്ര സ്നേഹം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഷയം വന്നാൽ മതി. അപ്പോ ഈ പതിവ് പോലെ തന്നെ ദേവന്മാരെല്ലാം കൂടെ ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവ് ഭഗവാനോട് എന്താ പറയാ സങ്കടം പറയും. അപ്പൊ ഇത് ബ്രഹ്മാവ് അല്ലെ ഇത് തുടങ്ങി ഈ പ്രശ്നത്തിന്റെ കാരണം ബ്രഹ്മാവ് തന്നെയല്ലേ. അപ്പൊ ബ്രഹ്മാവ് ഒരു ഐഡിയ കണ്ടുപിടിക്കും. എന്താ ചെയ്യാം, ശരി നമുക്കറിയാം എത്ര സ്നേഹത്തിരിക്കുന്ന ആൾക്കാരെ നമുക്ക് തെറ്റിക്കാൻ ഏറ്റവും പറ്റിയ ഉപാധി എന്താണ്, ആർക്കെങ്കിലും പറയാമോ? എങ്ങനെയാണ് ആൾക്കാർ കലഹം വരുന്നത്? സ്നേഹത്തിരിക്കുന്ന ആൾക്കാർ തമ്മിൽ കലഹം വരാൻ കാരണം എന്തൊക്കെയാണ്, പ്രധാന കാരണങ്ങൾ? ഏതെങ്കിലും ഭക്തന്മാർക്ക് പറയാമോ? ഹരേ കൃഷ്ണ. ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, എന്താ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, അല്ലെ, പെണ്ണാണെങ്കിൽ കുഞ്ചൻ നമ്പി പറഞ്ഞിട്ടുണ്ട് അല്ലെ, കനകം മൂലം കാമിനി മൂലം ഉലകിൽ പലവിധം കലഹം ഉലകിൽ പലവിധം അല്ലെ, കുഞ്ചൻ നമ്പി പറഞ്ഞിട്ടുണ്ട്. എന്താണ് നീ കനകം അല്ലെങ്കിൽ കാമിനി. കനകം എന്ന് പറയുമ്പോൾ സമ്പത്ത്, പണം, ഇതൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഒരു പെണ്ണ് വന്നാൽ മതി അല്ലെ.
ചിലപ്പോൾ ചില ആൾക്കാർ സമ്പത്തായാലും ചിലപ്പം വിട്ടുപിടി വേണ്ടെന്ന് വെക്കും ചിലപ്പോൾ. പക്ഷെ പോട്ടെ കുഴപ്പമില്ല, പിന്നെ അത് നമുക്ക് പിന്നെ നോക്കാം എന്ന് പറയും. പക്ഷെ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എത്രയോ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ന്യൂസ് പല സ്ഥലങ്ങളും അല്ലെ, പല കൊലപാതകങ്ങളും വല്ല എന്താ പറയുക ആസുരികമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ പലരും ചെയ്യുന്നത് ഈ ഒരു സ്ത്രീ എന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിന് വേണ്ടിയിട്ടാണ് അവർ. ആ ഒരു എന്താ പറയുക നൈമിഷികമായുള്ള സുഖത്തിന് വേണ്ടിയാണ് പല മഹാക്രൂരകൃത്യങ്ങൾ അസുരന്മാർ പോലും ചെയ്യാൻ പഠിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മുടെ ഈ കാലഘട്ടം നമ്മൾ കാണുന്നത്. അപ്പൊ ബ്രഹ്മാവ് വിശ്വകർമാവിനെ വിളിച്ചിട്ട് വളരെ എല്ലാ സൗന്ദര്യങ്ങളും തികഞ്ഞ ലക്ഷണമൊത്ത ഒരു സ്ത്രീ രൂപത്തിനെ നിർമ്മിക്കാൻ പറയും വിശ്വകർമാനോട് പറയും. അങ്ങനെ വിശ്വകർമാവ് വളരെ സൂക്ഷ്മതയോടുകൂടി അതിമനോഹരി എന്ന് വെച്ചാൽ അതുവരെ ലോകത്താരും കണ്ടില്ലാത്ത അത്രയും മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീ രൂപം സൃഷ്ടിക്കും. എന്നിട്ട് ആ സ്ത്രീ രൂപത്തിന് ബ്രഹ്മാവ് ജീവൻ പകരും. അങ്ങനെ ആ പെൺകുട്ടി ജീവൻ ആ രൂപം ചലനം വെച്ച് എഴുന്നേറ്റ് നിന്ന് ബ്രഹ്മാവിനെയൊക്കെ പ്രണമിക്കും. ആ പെൺകുട്ടിക്ക് കൊടുത്ത പേരെന്താണ്? ഹരേ കൃഷ്ണ. പേരെന്തായിരിക്കും പെൺകുട്ടി? പേരെല്ലാം അറിയാമോ? ആ പെൺകുട്ടിയുടെ പേരാണ് തിലോത്തമ. തിലോത്തമ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പേരുകൾക്കും വ്യക്തമായ അർത്ഥമുണ്ട്. തിലം എന്ന് വെച്ചാൽ എന്താണ്? എള്ള് അല്ലെ? നമ്മൾ സാധാരണ പറയും എള്ളോളം ഇല്ല അല്ലെ, എള്ളോളം ഇല്ല പൊളിവചനം എന്നൊക്കെ പറയും. അതൊരു ചില എന്താ പറയാ ചില കാര്യങ്ങളെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് അതിന്റെ മഹാത്മ്യം കാണിക്കാനോ അല്ലെങ്കിൽ അത് ഇല്ല എന്നുള്ള ഒരു അളവിനെ കാണിക്കാനായിട്ട് പറയുന്നതാണ്. എള്ളോളം, എള്ളെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു വസ്തുവാണ് അല്ലെ ഒരു എള്ളെന്ന് പറയുന്നത്. അപ്പം എള്ളിന്റെ അത്ര അളവ് പോലും ഇല്ല. നമ്മൾ തിരുവനന്തപുരത്ത് ഉള്ളോളം എന്ന് പറയും. എള്ളോളം പറഞ്ഞവന് തിരുവനന്തപുരത്ത് ഉള്ളോളം എന്നായി. ഈ ഉള്ളോളം എന്ന് പറയുന്നവർക്ക് പോലും അതിന്റെ അർത്ഥം ശരിക്കും എന്താണ് അതിന്റെ പിന്നിലെ കാരണമെന്ന് അറിയില്ല. എനിക്കും അറിയില്ലായിരുന്നു. പിന്നീട് വലുതായപ്പോഴാണ് മനസ്സിലായത് ഈ എള്ളോളം പറഞ്ഞാണ് ഉള്ളോളം ആയതെന്ന്. അപ്പം ഈ എള്ളോളം പോലും ഇല്ല പൊളിവചനം എന്ന് വെച്ചാൽ എന്താ അർത്ഥമാണ്? അത്ര കടുകട അല്ല, ആ ഒരു ചെറിയൊരു വലിപ്പത്തിൽ പോലും നമുക്കൊരു മോശമായിട്ടുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റില്ല. തിലോത്തമ അതായത് ഈ സ്ത്രീയുടെ ശരീരത്തില് ഒരു എള്ളിന്റെ അത്ര വലിപ്പം ഉള്ള അത്രയും ഒരു മിസ്റ്റേക്ക്, ഒരു കുറവ് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ സ്ത്രീ ശരീരത്തില് ഓരോ ഭാഗവും ഓരോ അംഗവും അത്യുത്തമമായിരുന്നു എന്ന് പറയും അല്ലെ. ലക്ഷണശാസ്ത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലെ, ശാരീരിക സാമുദ്രിക ശാസ്ത്രമൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് ഓരോരുത്തരുടെ എന്താ പറയാ ശരീര സൗന്ദര്യവും ഭംഗിയൊക്കെ അതിന് കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു എള്ളിന്റെ അളവ് പോലും കുറവ് പറയാനോ അല്ലെങ്കിൽ ആ എള്ളിന്റെ അളവ് കൊണ്ട് അത്രയും കൊണ്ട് പോലും മറ്റുള്ളവരെ വശീകരിക്കാനുള്ള അത്രയും സൗന്ദര്യം ഉള്ള ഒരു സ്ത്രീ എന്നാണ് തിലോത്തമ. ഉത്തമം എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ, തിലം എന്ന് വെച്ചാൽ എള്ള്. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അത്രയും സുന്ദരിയായിട്ടുള്ള ഒരു മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീരൂപത്തിന് സൃഷ്ടിച്ചു. ഈ സ്ത്രീരൂപം എല്ലാവരെയും എന്താ പറയാ എന്താ പറയുന്ന പ്രദക്ഷിണം ചെയ്യാനൊക്കെ തുടങ്ങി. നമസ്കരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഓരോരുത്തർ എത്തുമ്പോൾ അവർ വളരെ മതിമറന്ന് നോക്കുകയാണ്. ഇവൻ ശിവനും ഇന്ദ്രനും ഒക്കെ. ഇതൊരു ഒഫൻസ് ആയിട്ട് എടുക്കരുത്. അതിൽ പറയുന്ന കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇവരിങ്ങനെ ഓരോ ചുറ്റി പ്രദർശനം ചെയ്യുമ്പോഴും ശിവന്റെ ഓരോ ദിക്കിലും ഓരോ ശിരസ് ഇങ്ങനെ ഓരോന്ന് വരുന്ന പറയും. പഞ്ചമുഖനാണല്ലോ. അതുപോലെ ഈ ഇന്ദ്രനെ പ്രദർശനം ചെയ്യുമ്പോൾ ഇന്ദ്രന്റെ ശരീരം മൊത്തം പഴയ 1000 കണ്ണുകൾ വരും എന്നാ പറയുന്നത്. കാരണം അത്രമാത്രം എല്ലാ ദേവന്മാരും മതിമറന്ന് അതില് ആകൃഷ്ടരായി പോയി എന്നാണ് പറയണത്. അതില് അങ്ങനെ ഒരു ആകർഷണം നോക്കാത്ത ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സൃഷ്ടിന്റെ എന്താ പറയാ പിതാവായിട്ടുള്ള ബ്രഹ്മാവ്. അങ്ങനെ എല്ലാവരും പ്രണമിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. എന്റെ ദൗത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഇങ്ങനെ 2 ആൾക്കാരുണ്ട്, അവർ വളരെ അധർമ്മം ചെയ്ത് ധർമ്മം ഒന്നും അനുഷ്ഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെ നശിപ്പിക്കണം എന്ന് പറയും. അങ്ങനെ ഈ തിലോത്തമയെ പറഞ്ഞു വിടുകയാണ് ഒരിടത്തേക്ക്. തിലോത്തമ വളരെ വേഷഭൂഷാദികളും ആഭൂഷണങ്ങളും ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി എന്താ പറയാ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ഉള്ള ആ ഒരു ചലനത്തോടു കൂടി അല്ലെ, ഒരു മന്ദഗതിയിലുള്ള നടത്തമൊക്കെ ആയിട്ട് ഈ സുന്ദരനും വെച്ചാൽ മദ്യപിച്ച് മതോന്മത്തരായിട്ട് സ്ത്രീകളുമായിട്ടൊക്കെ ഇങ്ങനെ ആടി കുഴഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ കാരണം ഇവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഒരു ദിവസം ഇവരിങ്ങനെ ഒരു ഉദ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് തിലോത്തമ അവിടേക്ക് കടന്നു വരും.
ആ ചെലങ്ക ശബ്ദമൊക്കെ കേട്ട് ഇവര് നോക്കുമ്പോ ഏതോ സുന്ദരിയാണ് അങ്ങനെ നോക്കുമ്പോ ഈ രണ്ടുപേരും ഈ പെൺകുട്ടിയെ കാണും, ഈ യുവതിയെ കാണും. കാണുമ്പോൾ രണ്ടുപേരും വല്ലാതെ അങ്ങ് ആകർഷരായിപ്പോ. അങ്ങനെ ഓടിച്ചെന്ന് രണ്ടുപേരും ഓടിച്ചെന്ന് എന്താ പറയാ, സുന്ദൻ ആദ്യം ഈ പെൺകുട്ടിയെ കയ്യിലും കടന്നു പിടിക്കും. ഇത് കണ്ടപ്പോ ഉപസുന്ദൻ വെറുതെ വിടും. അതങ്ങനെ ശരിയാവും, ഞാനല്ലേ ആദ്യം കണ്ടത്, നീ ആദ്യം കണ്ടെങ്കിൽ ഞാനല്ലേ ആദ്യം പിടിച്ചത്, അപ്പൊ ഇത് എനിക്കുള്ളതാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് കലഹം. അതുവരെ ഒരു പായല് എന്താ പറയാ ഉറങ്ങി, ഒരു പാത്രത്തിലുണ്ട്, ഒരു വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ഈ എന്താ പറയാ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള സഹോദരന്മാര് തമ്മില് തല്ലു തുടങ്ങും, ഒരു വഴക്ക് തുടങ്ങും. വഴക്കെന്തായി? അപ്പൊ ഇവര് നിങ്ങള് തിലോത്തമൻ പറയും, നിങ്ങൾ ആരാന്ന് വെച്ചാൽ എനിക്കറിയില്ല, നിങ്ങൾക്ക് എന്നെ വേണമെന്നുള്ളെങ്കിൽ നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്ത് തീരുമാനിക്കുക, അതല്ലേ ഒരു ശസ്ത്രവീര്യം അല്ലെ? നിങ്ങൾ നോക്ക് ആരാണ് ശക്തിമാൻ, ആളുടെ കൂടെ ഞാൻ വരാം. അങ്ങനെ ഇവർ രണ്ടുപേരും പഠിച്ച വിദ്യകളെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ തുടങ്ങി, യുദ്ധം തുടങ്ങി. യുദ്ധം ചെയ്ത് എന്ത് സംഭവിച്ചു? അത് സംഭവിച്ചു, രണ്ടുപേരും മരിച്ചു. അത്ര തന്നെ, കഥ കഴിഞ്ഞു, ശുഭം. അങ്ങനെ ഇത് കഴിഞ്ഞ് ഈ തിലോത്തമ പിതാവായിട്ടുള്ള ബ്രഹ്മദേവന്റെ അടുത്ത് പോവുകയും നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ വളരെ സന്തുഷ്ടനായിട്ടുള്ള ബ്രഹ്മദേവൻ പറയും, ഈ ലോകത്ത് ഇതുപോലെ ഉണ്ടായിട്ടുള്ള ഏറ്റവും സുന്ദരിയായിട്ടുള്ള നീ എന്തുകൊണ്ടും ഈ സ്വർഗത്തില് മറ്റ് അപ്സരസുകളുടെ കൂടെ തന്നെ പോയി നിൽക്കൂ, നീ അത്രയും സുന്ദരിയാണ്, നീ എനിക്ക് എന്താ പറയാ സ്ഥിരമായിട്ട് ഈ സ്വർഗത്തിൽ തന്നെ വസിക്കാനുള്ള അനുഗ്രഹം കൊടുത്തിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞേക്കാണ്. ഇത്രയും കഥ പറഞ്ഞിട്ട് ഇത്രയും ഈ സംഭവത്തെ പറ്റി നാരദർ പറയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തമ്മിലും ഈ ഒരു സ്ത്രീയുടെ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലിയിട്ട് നിങ്ങൾ ശത്രുക്കള് അത് മുതലെടുക്കും, നിങ്ങളുടെ സർവനാശത്തിന് കാരണമായിട്ട് മാറരുത് അത്. അതുകൊണ്ട് വളരെ എന്താ പറയാ ബി കെയർഫുൾ അല്ലെ, വളരെ ജാഗരൂകരായിരിക്കണം, അങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അപ്പൊ അപ്പം ഇത്രയും കേൾക്കുമ്പോൾ ഇവര് പഞ്ചപാണ്ഡവര് ചേർന്ന് കൂടിയാലോചിച്ച് ഒരു പുതിയൊരു പദ്ധതിയായിട്ട് അല്ലെങ്കിൽ പുതിയൊരു സ്കീമായിട്ട് വരുവാര്, പരസ്പരം വഴക്കുണ്ടാവാതിരിക്കാനുള്ള മാർഗത്തിന് വേണ്ടിയിട്ട് എന്താണെന്ന് ചിന്തിച്ചിട്ട് നാരദമുനിയോട് പറയും ഇവര് കണ്ടുപിടിച്ച മാർഗം എന്താന്ന് വെച്ചാല്, ഒരാള് ഈ 5 പേരിൽ ഒരാള് ഈ ദ്രൗപദിയുടെ കൂടെ ഇരിക്കുമ്പോൾ മറ്റൊരാൾ അത് പോയി കാണാൻ പാടില്ല, അങ്ങോട്ടേ കടന്നു പോകാൻ പാടില്ല. അങ്ങനെ അഥവാ ആരെങ്കിലും ഈ ഒരു ഉടമ്പടി ലംഘിച്ചാൽ ആ വ്യക്തി 12 വർഷം വനത്തിലേക്ക് പോകണം, വനവാസം സ്വീകരിക്കണം എന്നൊരു നിബന്ധന വെച്ചു. എനിക്ക് 1 വർഷം അങ്ങനെ എന്തോ ആണ്. അപ്പൊ ആ ഒരു ഓരോ ദ്രൗപദി ഓരോ ആളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പ്രത്യേക സമയത്ത് അവര് വേറൊരാൾ അവിടെ കടന്നു ചെല്ലാൻ പാടില്ല, ഇതാണ് നിബന്ധന. അഥവാ അങ്ങനെ ഉണ്ടായാൽ ആ വ്യക്തി 12 വർഷം കാട്ടിലേക്ക് പോകണം. അങ്ങനെ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവരിങ്ങനെ അപ്പൊ ഈ പറയുമ്പോ നാരദരും നല്ലൊരു ഐഡിയ ആണ് എന്ന് വെച്ചിട്ട് നാരദരും അംഗീകരിക്കും, അദ്ദേഹം പോവുകയാണ്. നാരദർ പോയി കഴിഞ്ഞ ശേഷം ഒരു ദിവസം യുധിഷ്ഠിരനും ദ്രൗപദിയും കൂടെ ഇരിക്കുന്ന സമയത്ത്, ഒരു പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബ്രാഹ്മണൻ തളിച്ച് നിലവിളിച്ചുകൊണ്ട് വരികയാണ്. ഇത് കണ്ട് അർജുനൻ ചോദിക്കും, എന്താ കാര്യം? കാരണം ക്ഷത്രിയയുടെ ധർമ്മമാണ് മറ്റ് വർണ്ണങ്ങളിലുള്ള ആൾക്കാരെ അല്ലെ വൈശ്യ ബ്രാഹ്മണ ശൂദ്രന്മാരെയൊക്കെ സംരക്ഷിക്കുക എന്ന ക്ഷത്രിയയുടെ ധർമ്മമാണ്. കാരണം ക്ഷത്രിയൻ മാത്രമാണ് ആയുധം എടുത്ത് പോരാടുന്നത്, ബാക്കി 3 പേരും ആയുധം എടുത്ത് പോരാടുന്നില്ല. നമ്മൾ ഇപ്പോഴുള്ള പോലെ തന്നെയാണ്. ഇതൊക്കെ വർണ്ണം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയൊന്നുമല്ല, ഒരു സിസ്റ്റമാണ്, സമൂഹത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം മാത്രമാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ എല്ലാവർക്കും ആയുധം എടുത്ത് നടക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഇന്നത്തെ സാഹചര്യത്തില് കുറച്ച് ആൾക്കാർ പട്ടാളക്കാരായിട്ട് കുറച്ച് പോലീസുകാരായിട്ട് ആയുധം എടുത്ത് അവർ നിൽക്കുന്നുണ്ട് അല്ലെ. എല്ലാവരും എപ്പോഴും ആയുധം എടുത്തൊന്നും നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല അല്ലെ. എന്ന് പറയും പോലെ അന്നത്തെ സംരക്ഷകര് ഇന്നത്തെ നമ്മൾ പട്ടാളക്കാരെ പോലെ അല്ലെങ്കിൽ പോലീസിനെ പോലെയൊക്കെയാണ് ക്ഷത്രിയർ. നിയമം നടപ്പിലാക്കേണ്ട, ധർമ്മം സംരക്ഷിക്കേണ്ട അവരാണ്, ധർമ്മപാലകരാണ് അവർ, ന്യായപാലകരാണ്. അപ്പോ കാര്യം ചോദിക്കും, പറയും എന്റെ കുറച്ച് പശുക്കളെ കള്ളന്മാര് തട്ടിക്കൊണ്ടുപോയി, എന്താ പറയാ ഒരു സംഘം കള്ളന്മാര് തട്ടിക്കൊണ്ടുപോയി,
എന്ന് പറയും. അതിന് തിരിച്ചു വേണം. കാരണം ബ്രാഹ്മണനെ സംബന്ധിച്ച് പശു വളരെ പ്രാധാന്യമാണ്. കാരണം ബ്രാഹ്മണര് നിത്യാഗ്നിഹോത്രവും പൂജയൊക്കെ ചെയ്യുന്നവരാണ് അല്ലേ. അവർ ഇന്നത്തെ പോലെ മിൽമ നെയ്യൊന്നും ഇല്ല. അവര് മിൽമ പാലും കവർപ്പാലും ഒന്നും ഇല്ല. അവരെന്താ ചെയ്യണം, സ്വന്തം വീട്ടില് എല്ലാവർക്കും പശു ഉണ്ടാവും, ഒരു പശുവെങ്കിലും കാണും. ആ പശുവിന്റെ പാലും നെയ്യും ഒക്കെ എടുത്താണ് അവർ പൂജയ്ക്കും ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. വളരെ ഫ്രഷ് ആയിട്ട്, കെമിക്കൽ ഇന്നത്തെ പോലെ കെമിക്കൽ എന്നുള്ളതല്ല. അപ്പൊ അവരെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ളതാണ് പശു. പശു ഒരു ദിവസം പോലും പശു ഇല്ലെങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഭഗവാനെ ചെയ്യുന്ന ആരാധന, അവരുടെ ആ ഒരു എന്താ പറയാ നിത്യകർമ്മങ്ങളൊക്കെ അവർക്ക് അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അഗ്നിഹോത്രാദി മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഇത് പറയുമ്പോൾ അർജുനൻ എന്ത് ചെയ്യും, ഉടൻ തന്നെ അതിനെന്താ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചാടി ഇറങ്ങണം. അപ്പൊ അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ഓർക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്പം വില്ലും മറ്റ് ആയുധങ്ങളൊക്കെ ഇരിക്കുന്നത് ഇപ്പോ യുധിഷ്ഠിരനും ദ്രൗപദി ഇരിക്കുന്ന ആ ഒരു മുറിയിലാണ്. സമയം വൈകിയാൽ ഈ കള്ളന്മാര് പശുവിനെ കൊണ്ട് കടന്നു കളയും. അതിനുമുമ്പ് എത്രയും വേഗം കണ്ടെത്തണം. പക്ഷെ ആയുധമില്ലാതെ ക്ഷത്രിയന് ആയുധമില്ലാതെ പോയിട്ടുള്ള കാര്യമുണ്ടോ? ആയുധമില്ലാത്ത ക്ഷത്രിയനെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷത്രിയന്റെ ശക്തി ആയുധമാണ്. അപ്പൊ ആയുധമായിട്ട് വേണം പോവാൻ. അപ്പൊ എന്ത് ചെയ്യും, ഈ ജ്യേഷ്ഠൻ ഇരിക്കുന്ന മുറിയിലേക്ക് പോകാനും പറ്റില്ല. അഥവാ ഇനി ബ്രാഹ്മണർ വാക്കും കൊടുത്ത്, അന്നൊക്കെ വളരെ ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന വാക്കും ബ്രാഹ്മണരെയൊക്കെ വളരെ അധികം ബഹുമാനിക്കുകയും അല്ല, ഭൂസുരന്മാരെന്നാണ് ബ്രാഹ്മണരെ പറയുക. അതായത് ഭൂമിയിലെ ദേവന്മാരെന്ന് അറിയപ്പെടുന്നത്. കാരണം അവർ ഈ സമൂഹത്തിന്റെ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായിട്ടാണ് അവർ സേവനം അനുഷ്ഠിക്കുന്നത്. അന്നൊക്കെ ബ്രാഹ്മണര് ഈ ഇങ്ങനെ ശമ്പളത്തിനൊന്നും ജോലി ചെയ്യുന്നവരാരുമില്ല. അവരൊക്കെ ഇങ്ങനെ ഓരോ സേവനം ചെയ്യും. അവർക്ക് ആരെങ്കിലും കൊടുക്കുന്ന ദക്ഷിണയും ദാനവും കൊണ്ട് അവർ ജീവിച്ചു കൊണ്ടിരുന്നത്. ശമ്പളത്തിന് വേണ്ടി ബ്രാഹ്മണർ ഒരിക്കലും ജോലി ചെയ്യില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യും, അദ്ദേഹം ക്ഷത്രിയധർമ്മം ഉണർന്നു അല്ലെ. ഞാനൊരു ക്ഷത്രിയനാണ്, ഇപ്പൊ അദ്ദേഹം ഇവിടെ ആ റൂമിലേക്ക് അല്ലെ ആ മുറിയിലേക്ക് കടന്നു എന്താ സംഭവിക്കുക, 12 വർഷം വനത്തിലേക്ക് പോകേണ്ടി വരും. ജ്യേഷ്ഠനെ സഹോദരങ്ങളെ അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ട് പത്നിയെ ഉപേക്ഷിച്ചിട്ടൊക്കെ പോയിട്ട് വരും. പക്ഷെ ക്ഷത്രിയ ധർമ്മം, അതിന് ധർമ്മം സ്വന്തം സ്വാർത്ഥ താല്പര്യത്തെക്കാളും ആ ധർമ്മം ഉയർന്നതായത് കാരണം ആ ഉയർന്ന ധർമ്മം അദ്ദേഹം സ്വീകരിച്ചു. ഞാനിപ്പോ കാട്ടിൽ പോയാലും കുഴപ്പമില്ല, എന്റെ കുലത്തിന്റെ ധർമ്മം അല്ലെ, അത്രയും വലിയ കുലത്തിൽ ജനിച്ചിരിക്കണേ കുരുവംശം, വംശത്തിന്റെ ആ ഒരു പേരും പ്രശസ്തിയും അഭിമാനവും കാത്തുസൂക്ഷിക്കണം. കൊടുത്ത വാക്ക് തെറ്റിച്ചവരാണ് കുരുവംശക്കാർ എന്ന് പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു ചീത്തപ്പേര് വരുന്നത് ക്ഷത്രിയർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അത് രണ്ടും കൽപ്പിച്ച് ഈ മുറിയിലേക്ക് പ്രവേശിക്കാം. എന്നിട്ട് കാര്യം പറഞ്ഞു, എന്താ പറയാ, യുധിഷ്ഠിരനോട് പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരൻ അനുഗ്രഹിച്ചു. അദ്ദേഹം ആ ആയുധങ്ങളൊക്കെ എടുത്ത് പോയി ഈ കള്ളന്മാരെ തെരഞ്ഞുപിടിച്ച് പിന്തുടർന്ന് കണ്ടുപിടിച്ചു, ശിക്ഷിച്ചു അവരെ. ഈ പശുക്കളെ തിരിച്ച് ബ്രാഹ്മണനെ ഏൽപ്പിച്ചു. ഈ അർജുനന്റെ ഈ ഒരു ശാസ്ത്രവീര്യവും പോരാട്ടവും ഒക്കെ കണ്ടിട്ട് എല്ലാ നഗരവാസികളും അല്ലെങ്കിൽ പ്രജകളും വളരെയധികം പ്രശംസിച്ചു, ജയ് വിളിച്ചു ഒക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് കണ്ടപ്പോൾ യുധിഷ്ഠിരനും വളരെ സന്തോഷമായി. എന്റെ അനുജൻ ഇങ്ങനെ ഇത്രയും ഒരു ധർമ്മനിഷ്ഠനാണല്ലോ. കാരണം എപ്പോഴും യുധിഷ്ഠിരൻ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് അല്ലെ, ധർമ്മപുത്രർ ആണല്ലോ. അതുകൊണ്ട് അധർമ്മികമായിട്ട് ചിന്തിക്കുക പോലും ചെയ്യില്ല ഈ യുധിഷ്ഠിരൻ. ആ സമയത്ത് അർജുനൻ പറയും, എല്ലാം ശരി, ഞാൻ പുറപ്പെടുകയാണ് കാട്ടിലേക്ക് 12 വർഷം. അപ്പം യുധിഷ്ഠിരൻ പറയും, അതിനൊന്നും ആവശ്യമില്ല, നീ ചെയ്തത് വലിയൊരു ധർമ്മത്തിന് വേണ്ടിയിട്ടല്ലേ. ശരിക്കും പറയാം എനിക്ക് വേണ്ടിയാണല്ലോ നീ പ്രവർത്തിച്ചത് അല്ലേ. രാജാവിനാണ് അവിടുത്തെ പ്രജകളെ സംരക്ഷിക്കേണ്ട ധർമ്മം. അപ്പൊ എനിക്ക് വേണ്ടി, എന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ് നീ അവിടെ പോയത്, എനിക്ക് വേണ്ടിയാണ് നീ അവിടെ അത് ചെയ്തതുകൊണ്ട് അത് തെറ്റായിട്ട് എടുക്കണ്ട, നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം, കാട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ ഇത് കേട്ടിട്ട് എന്നിട്ട് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, ഒരു ജ്യേഷ്ഠനും പത്നിയും ഇരിക്കുമ്പോൾ അവിടേക്ക് അനുജൻ കടന്നു വന്നാൽ അത് തെറ്റില്ല. പക്ഷെ അനുജനും ഭാര്യയും ഇരിക്കുമ്പോ അവിടെ ഒരു ജ്യേഷ്ഠൻ കടന്നു വന്നാൽ അത് തെറ്റാണ്. അതുകൊണ്ട് ഇതിനെ തെറ്റായിട്ട് എടുക്കേണ്ട ആവശ്യം ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് യുധിഷ്ഠിരൻ. പക്ഷെ അർജുനൻ പറയും, അങ്ങ് ധർമ്മപുത്രരാണ്, അങ്ങ് ധർമ്മത്തിന് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാനും ആ ധർമ്മം അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു നിയമം ഉണ്ടെങ്കിൽ അത് ആരായാലും അത് അനുസരിച്ചേ പറ്റൂ. ഒരാൾക്ക് മാത്രം ഒരു എക്സെപ്ഷൻ കൊടുക്കുന്നത് ശരിയല്ല, ഒരിളവിന്റെ ആവശ്യമില്ല, ഞാനും പോവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയാ, ഭക്തന്മാർ എപ്പോഴും എന്താ ചെയ്യുക, ഇങ്ങനെ ഒരു നെഗറ്റീവ് സാഹചര്യമാണ് വരുന്നത് അല്ലെ.
അപ്പൊ അദ്ദേഹം എന്താ ചെയ്യണത്? തീർത്ഥയാത്രയ്ക്ക് പോകും. വനവാസം എന്ന് പറയുമ്പോൾ അദ്ദേഹം നാടുവിട്ട് പോയാൽ മതി. അങ്ങനെ അദ്ദേഹം പല ദേശങ്ങളും വനങ്ങളും തീർത്ഥങ്ങളും അങ്ങനെ താണ്ടി പല പല ദിക്കുകളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഗംഗാതീരത്ത് എന്താ പറയുക, സ്നാനം ചെയ്യാനായിട്ട് ഗംഗയിലേക്ക് ഇറങ്ങും. ഗംഗാതീരത്ത് എത്തിയ ശേഷം ഗംഗയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആരോ കാലിൽ പിടിച്ച് വലിച്ച് അഗാധ ഗർത്തങ്ങളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോലെ കൊണ്ടുപോകും. അദ്ദേഹം ഒന്നും മനസ്സിലാവില്ല. അദ്ദേഹം നോക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ഹോമം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി, പൂജയ്ക്കുള്ള കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനുള്ളതാണെന്ന് മനസ്സിലായി. ഇദ്ദേഹം അവിടെ സ്വന്തം പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് പൂജകളൊക്കെ നിർവഹിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, അവളുടെ പേരാണ് ഉലൂപി. ഉലൂപി എന്ന് പറയുന്നത് കൗരവ്യ എന്ന് പറയുന്ന ഒരു നാഗരാജാവിന്റെ മകളാണ്. ഗംഗയിൽ കുളിക്കാൻ തുടങ്ങിയ ഈ ഇന്ദ്രതുല്യനായിട്ട് ശോഭിക്കുന്ന ഈ അർജുനനെ കണ്ട് വളരെയധികം ആകർഷിതയായിട്ട് അവനിൽ അനുരക്തയായിട്ട് അവനെ വിവാഹം കഴിച്ചാൽ കൊള്ളാം, ഭർത്താവാക്കി കൊള്ളാമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഈ നാഗകന്യക അർജുനെ വലിച്ചുകൊണ്ട് ജലത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നത്. അവിടെയാണ് നാഗലോകത്തെ കൊണ്ടുപോകും. നാഗലോകത്ത് അച്ഛന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോകും. ഇത് കണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് നീ ആരാണെന്ന് അദ്ദേഹം ചോദിക്കും, നീ ആരാണെന്ന്. അപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ചോദിക്കും, നീ ആരാണ്, എന്തിനൂടെ കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവള് പറയുന്നുണ്ട്. ഞാൻ ഇന്ന ആളാണ്, എന്റെ ഇംഗിത ഇതാണ്, അതുകൊണ്ടാണ് നിന്നിവിടെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ അർജുനൻ പറയും, നിന്നെപ്പോൾ സുന്ദരിയായിട്ടുള്ള യുവതിയെ തിരസ്കരിക്കാനൊന്നും എനിക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ അന്നൊക്കെ ക്ഷത്രിയന്മാർ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഓരോ കാലഘട്ടത്തിലെയും സാമൂഹിക സാംസ്കാരിക നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ പലതും വ്യത്യാസമാണ്. 5000 വർഷം മുമ്പുള്ളതല്ല ഇപ്പൊ ഉള്ളത്, ഒരു 100 വർഷം മുമ്പുള്ളതല്ല ഇപ്പൊ ഉള്ളത്, അല്ലെ? ഇപ്പൊ ഉള്ളതാലും ഒരു 100 വർഷം കഴിഞ്ഞാലുണ്ടാകാൻ പോകുന്നത്. നമ്മൾ തന്നെ കാണുന്നുണ്ട് പല സാമൂഹിക വ്യത്യാസങ്ങളും, അല്ലെ? ഒരു 20 വർഷം മുമ്പുള്ള കാര്യങ്ങളല്ല ഇപ്പൊ നടക്കുന്നത്. നമ്മൾ അന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളെ ഇപ്പം വളരെ നിസ്സാരമായിട്ടും നിയമപരമായിട്ടും ഒക്കെ നമ്മൾ പലതും ചെയ്യണത്, അല്ലെ? എന്ന് പറയും പോലെ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അതും ക്ഷത്രിയനാണ്. ക്ഷത്രിയന് എത്ര വേണമെങ്കിലും അന്ന് വിവാഹം കഴിക്കാന്നുള്ളൊക്കെ ഒരു ഉണ്ടായിരുന്നു. അംഗീകരിച്ചു, സമൂഹം അംഗീകരിച്ചു അതിനൊക്കെ നിയമപരമായിട്ട് തന്നെ, ഇല്ലീഗൽ അല്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ 12 വർഷത്തേക്ക് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചിട്ട് എടുത്തിട്ടുള്ള ആളാണ്, എനിക്ക് അതുകൊണ്ട് നിന്ന് ഭാര്യയായിട്ട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാന്നുള്ളതൊക്കെ പറയുമ്പോൾ ഈ പെൺകുട്ടി ഒരു തരത്തിലും വിടുന്നില്ല. ക്ഷത്രിയ ധർമ്മം അല്ലേ തന്നെ എന്താ പറയാ തന്റെ അടുത്തേക്ക് വരുന്ന സ്ത്രീയെ സ്വീകരിക്കുക എന്നുള്ളത് ക്ഷത്രിയ ധർമ്മമാണ്, നിരസിക്കാൻ പാടില്ല. അഥവാ ഇപ്പൊ അങ്ങടുത്ത വ്രതത്തിന് ഭംഗം വന്നാലും എന്നെ പോലൊരു കന്യയെ സ്വീകരിക്കുന്നത് കൊണ്ട് അങ്ങയുടെ ആ വരുന്ന കോട്ടം വരുന്ന ആ ഒരു പുണ്യം അത് അവിടെ കവറാവും, അതുകൊണ്ട് താങ്കൾ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ ഇവളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന കാരണം അദ്ദേഹം അത് സ്വീകരിക്കുന്നു. കുറച്ചു നാള് അന്നൊരു ദിവസം അവളുടെ കൂടെ എന്താ പറയാ അവിടെ വസിക്കുകയും ഒരു ദിവസം അടുത്ത ദിവസം പ്രഭാതത്തില് എവിടെ നിന്നാണോ കൊണ്ടുവന്ന് അവിടേക്ക് ഗംഗാ സമതലത്തിലേക്ക് തിരിച്ച് കൊണ്ടെത്തിക്കുകയും ചെയ്തു. അങ്ങനെ യാത്ര പറഞ്ഞ് അദ്ദേഹം വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടരുകയാണ്. അപ്പൊ പോകുന്ന സമയത്ത് നാഗകന്യകാണല്ലോ, ഇദ്ദേഹത്തിൽ സന്തുഷ്ടയായിട്ടുള്ള ഈ ഉലൂപി അതിനൊരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. താങ്കൾക്ക് എല്ലാ ജലജീവികളെയും ജയിക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹം, അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അനുഗ്രഹം കൊടുക്കും. ഏത് ജലജീവിയെയും ജയിക്കാനുള്ള ഒരു ശക്തി ഇത് പിന്നീട് ആവശ്യം വരുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു അനുഗ്രഹമൊക്കെ കിട്ടി. അദ്ദേഹം വീണ്ടും യാത്ര ചെയ്ത് പല സ്ഥലങ്ങളും കടന്ന് കലിംഗം ഇന്നത്തെ ഒറീസയുടെ ഭാഗമാണ്, അല്ലെ? കലിംഗമൊക്കെ കഴിഞ്ഞ് മണിപ്പൂർ എന്നാണ് അവിടെ പറയുന്നത്. ഇന്നത്തെ മണിപ്പൂരിലെത്തും. അവിടെയാണ് ചിത്രവാഹനൻ എന്ന് പറഞ്ഞ രാജാവിന്റെ ആസ്ഥാനം. മണിപ്പൂരിലെ രാജാവായിരുന്നു ചിത്രവാഹനൻ. അപ്പോ ചിത്രവാഹനന്റെ കൊട്ടാരത്തിൽ എത്തിപ്പെടുന്ന അദ്ദേഹത്തിന്റെ അതിസുന്ദരിയായിട്ടുള്ള അർജുനൻ
ചിത്രാംഗത എന്നുള്ള അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ രാജകുമാരിയെ കണ്ടുമുട്ടുന്നുണ്ട്. അത് മണിപ്പൂരിലെ രാജകുമാരി. ചിത്രവാഹനൻ എന്ന രാജാവിന്റെ മകള്. ഇവളെ കണ്ട് അനുരക്തയായിട്ടുള്ള എന്താ പറയാ അനുരക്തനാവും ഇദ്ദേഹം. ഒരു പ്രത്യേക ഒരു ആകർഷണം തോന്നി. ഇവളെ വിവാഹം കഴിച്ചാലോ ഭാര്യയാക്കലോ എന്നൊരു ആഗ്രഹം തോന്നി. ഞാൻ വീണ്ടും പറഞ്ഞത് അന്നത്തെ സമൂഹത്തിന്റെ ആചാരങ്ങളും അന്നത്തെ രീതികളുമായിരുന്നു അതൊക്കെ. നമുക്കത് എന്താ ഇയാൾ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ പെൺകുട്ടികളെ കല്യാണം ചെയ്ത് നിൽക്കണം എന്നൊക്കെ തോന്നണ്ട. അതിനുള്ള കഴിവും അന്നത്തെ സാമൂഹിക വ്യവസ്ഥ അങ്ങനെ ആയിരുന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോ വിവാഹം കഴിക്കണം തോന്നി. ഉടനെ ചിത്രവാഹന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കും. അപ്പൊ അദ്ദേഹം ചോദിക്കും, താങ്കൾ ആരാണ്, താങ്കളുടെ കുലം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഞാൻ കുരുവംശത്തിലെ ആണ്, കുന്തിപുത്രനാണെന്നൊക്കെ പറഞ്ഞ് സ്വന്തം. അപ്പൊ അന്നത്തെ കാലത്തും ഇവരെ പറ്റിയൊക്കെ അല്ലെ, ഇന്ദ്രപ്രസ്ഥമൊക്കെ വളരെ പ്രശസ്തമായിരുന്നല്ലോ. ചക്രവർത്തി തുല്യന്മാരായിട്ടാണ് അവർ അന്ന് അറിയപ്പെട്ടത്. അപ്പൊ അന്നും ഈ ന്യൂസൊക്കെ സ്പ്രെഡ് ചെയ്യുമായിരുന്നു. ചാരന്മാർ വഴിയും അല്ലെങ്കിൽ ഈ എന്താ സ്തുതിപാഠകന്മാർ വഴിയൊക്കെ അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ആവുമായിരുന്നു അന്ന് കാലത്തും. അപ്പൊ അറിയൊക്കെ പറ്റും, ഇങ്ങനെ ആൾക്കാരുള്ള കാര്യമൊക്കെ അറിയാണ്ടിരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലായി അർജുനന്റെ എന്താ പറയാ വീര്യവും പോരാട്ടവും ഒക്കെ മനസ്സിലാക്കിയുണ്ട്. അദ്ദേഹം പറയും, എനിക്ക് താങ്കളെ പോലെ ഒരു വില്ലാളി വീരന് എന്റെ മകളെ തരുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു നിബന്ധന എന്തെന്ന് വെച്ചാല്, എന്റെ കുലത്തില് ഒരു കാലഘട്ടത്തില് കുട്ടികളില്ലാത്തൊരവസ്ഥ ഉണ്ടായി. പ്രഭഞ്ജനൻ എന്ന് പറയുന്ന ഒരു രാജാവ്, എന്റെ പൂർവികൻ, ആ സമയത്ത് കുട്ടികളില്ലാത്ത കാരണം അദ്ദേഹം മഹാദേവനെ ആരാധിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്തപ്പോ അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടിയിരുന്നു. അദ്ദേഹത്തിന് പുത്രനുണ്ടായി. പക്ഷെ ഈ വരും തലമുറകളിലെല്ലാം ഒരു കുട്ടി മാത്രമേ ഉണ്ടാവൂ, ഒരു സന്താനം മാത്രമേ ഉണ്ടാവൂ എന്നുള്ള ഒരു അനുഗ്രഹമാണ് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഇത്രയും കാലഘട്ടം ഇത് കടന്നു വന്നുകൊണ്ടിരിക്കുക. പക്ഷെ നിർഭാഗ്യവശാലാണോ ഭാഗ്യവശാലെന്ന് എനിക്കറിയില്ല, എനിക്ക് കിട്ടിയത് ഒരു പെൺകുട്ടിയാണ്. ഈ ചിത്രാംഗത എന്ന് പറയുന്നത് പെൺകുട്ടിയാണെങ്കിലും ഒരു ആൺകുട്ടിയെ പോലെ പടച്ചട്ടയെ കണിഞ്ഞു വളരെ ശക്തിശാലിയായിട്ടുള്ള ഒരു പോരാളിയായിരുന്നു. കണ്ട പെട്ടെന്ന് ആൺകുട്ടിയാണെന്ന് തോന്നും പടച്ചട്ടയെ കാണും, പക്ഷെ പെൺകുട്ടിയാണ്. ഇത് മനസ്സിലാക്കി, എന്നിട്ടും അർജുനന് മനസ്സിലായി ഇത് പെൺകുട്ടിയാണെന്നുള്ളത്. അങ്ങനെയാണ് ഇവളൊരു ഇത്രയും അർജുനൻ വളരെ വില്ലാളി വീരനും യോദ്ധാവാണ്. അപ്പൊ അത്രയും ഒരു ഗുണം ക്വാളിറ്റി ഉള്ള ഒരു പെൺകുട്ടിയെ കണ്ടപ്പോഴത്തേന് അതിലൊരു ആകർഷണം തോന്നിയതാണ് പ്രധാനമായിട്ട്. പരാക്രമിയായിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അതിനൊരു അല്ല, സ്വന്തം ഫീൽഡിലുള്ള മറ്റ് സ്വന്തം ഫീൽഡിലുള്ള ആൾക്കാരെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്നേഹം സാധാരണ തോന്നാറുണ്ട്. അപ്പോ അദ്ദേഹം പറയും, ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ എനിക്ക് കിട്ടിയത് ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഇപ്പൊ അങ്ങ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ സാമ്രാജ്യം മുമ്പോട്ട് കൊണ്ടുവരാൻ ആളുണ്ടാവില്ല, ഒരേ കുട്ടിയാണ്. അതുകൊണ്ട് താങ്കൾക്ക് ഇവളിലുണ്ടാവുന്ന പുത്രനെ എനിക്ക് തരണം. ആ കുട്ടി ഇവിടുത്തെ അടുത്ത രാജാവായിട്ട് വാഴിക്കാനുള്ള ഒരു അനുവാദം വേണം. അങ്ങനെ ഈ ഒരു ഉടമ്പടി സ്വീകരിച്ചുകൊണ്ട് അർജുനനും അത് സമ്മതിക്കും. അവിടെയും കുറച്ചു കാലം എന്ന് വെച്ചാൽ 3 വർഷം അവിടെ അങ്ങ് താമസിക്കും. എന്നിട്ട് വീണ്ടും യാത്ര പറഞ്ഞ അദ്ദേഹം അടുത്ത ദിക്കിലേക്ക്. ഇതിന് ഒരുപാട് നിയോഗങ്ങളുണ്ട് ഈ പോകുന്ന വഴിക്ക്, വെറുതെ പോകുന്നതല്ല. ഈ ഒരു ശാപം അല്ലെങ്കിൽ ഇങ്ങനൊരു എന്താ പറയാ ഒരു പണിഷ്മെന്റ് കിട്ടുന്ന പോലും അതിന് പിന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഇവരിങ്ങനെ ഇദ്ദേഹം യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുമുമ്പ് ഒരു ചോദ്യം, ഈ ചിത്രാംഗതയിൽ അർജുൻ ഉണ്ടാകുന്ന പുത്രന്റെ പേരെന്താണ്? ആർക്കെങ്കിലും അറിയോ? കേട്ടിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. ആ കുട്ടിയുടെ പേരാണ് ബബ്രുവാഹനൻ എന്ന് പറയും. ബബ്രുവാഹനൻ. അത് ചിത്രവാഹനൻ എന്ന് പറഞ്ഞ മുത്തശ്ശൻ, ആ മുത്തശ്ശന്റെ മകള് ചിത്രാംഗത, ചിത്രാംഗയുടെ പുത്രൻ ബബ്രുവാഹനൻ. അങ്ങനെ അവിടെ യാത്ര പറഞ്ഞ അദ്ദേഹം വീണ്ടും ദക്ഷിണ ദിക്കിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് തെക്കൻ സമുദ്രഭാഗത്ത് എത്തുന്ന പറയണം. അവിടെ പഞ്ചാബ് സരസ് എന്നൊരു സ്ഥലം. അവിടെ അപ്പോ പഞ്ചാബ് സരസ് എന്ന പേരൊന്നുമില്ല. 5 തടാകങ്ങളുള്ള അല്ലെങ്കിൽ 5 തടാകങ്ങളോ കുളങ്ങളോ എന്ന് പറയാം, അങ്ങനെ ഒരു സ്ഥലത്ത് അദ്ദേഹം എത്തിപ്പെടും. ഈ പഞ്ചാബ് സരസിന് തിരുവനന്തപുരം ആണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ബലരാമസ്വാമിയുടെ തീർത്ഥയാത്രാ സമയത്ത് ആ ഒരു ശ്ലോകത്തിൽ പഞ്ചാബ് സരസ് ഫാൽഗുണ മാസാദി എന്ന ശ്ലോകമുണ്ട്.
ഫാൽഗുന ക്ഷേത്രത്തില് തിരുവനന്തപുരത്തിന് ഫാൽഗുന ക്ഷേത്രം എന്നൊരു പേരുണ്ട്. അവിടെ അർജുന മന്ദിരം എന്നൊക്കെ പറയുന്നത്, അതുകൊണ്ട് കഥകൾ പറയുന്നുണ്ട്. അപ്പം ഫാൽഗുന ക്ഷേത്രം എത്തിയിട്ട് അവിടെ പഞ്ചാബ് സരസിന്റെ അവിടെ അദ്ദേഹം എത്തി എന്നൊക്കെ ബലരാമനെ പറ്റി പറയുന്നുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം 10,000 പശുക്കളെയൊക്കെ ദാനം ചെയ്തു. നമ്മൾ ഇന്ന് ഞാനത് വായിച്ചിട്ടുള്ളത് പുഷ്പാഞ്ജലി സ്വാമിയർ എഴുതിയ ഒരു ഇതുണ്ട്, ഒരു പേപ്പർ. അതില് കണ്ടത് നമ്മൾ ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് മഹാഭാരത കൊണ്ട് കല്ലറ എന്ന് പറയുന്ന സ്ഥലമാണ്. അത് നരസിംഹസ്വാമിയെ തൊഴുത് നമ്മൾ പ്രദർശനം ചെയ്ത് വരുമ്പോൾ നരസിംഹസ്വാമിയുടെ പുറകില് ആ ഒരു നമ്മുടെ എന്താ പറയാ കന്നിമൂല നിരേതികോണം, അവിടെയാണ് രാവിലെ മഹാഭാരതം വായിക്കുന്നത്. മഹാരാജ എഴുന്നള്ളുമ്പോൾ ഒരു ബ്രാഹ്മണൻ ഇരുന്ന് ദിവസം രാവിലെ വായിക്കുന്നത്. ഏതാണ്ട് ആ ഭാഗത്തിരുന്നിട്ടാണ് ബലരാമസ്വാമി 10,000 പശുക്കളെ ദാനം ചെയ്തു എന്നാണ് പറയുന്നത് വിശ്വാസം. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് 10,000 പശുക്കളെ ഈ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഈ പഞ്ചാബ് സരസിന്റെ അവിടെ എത്തിച്ചെയ്തു എന്ന് മാത്രമേ പറയാം. പക്ഷെ ആചാര്യന്മാർ ഇവിടെ പറയുന്നത് ഈ സ്ഥലത്ത് ഇന്ന സ്ഥലമാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. മഹാഭാരത കോണ കല്ലറയുടെ അവിടെ ഇരുന്ന് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോ ഈ പഞ്ചാബ് സരസ് അത് ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പേര് എന്താ പറയാ, അതേ പേര് ഇവിടെ പറയുന്നുണ്ട്. തെക്കൻ സമുദ്രതീരം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ആയിക്കൂടായികന്നില്ല. അങ്ങനെ ഈ സ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേരുകയും, പക്ഷെ അവിടെ 5 തടാകങ്ങളുണ്ട്. പക്ഷെ 5 തടാകങ്ങളോ 5 കുളങ്ങളോ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. പക്ഷെ ആരും അതിന്റെ അടുത്തേക്ക് പോകുന്നില്ല. ആരുടെ ആൾക്കാരുടെ താമസ സ്ഥലമൊന്നും അടുത്തായിട്ടൊന്നും ഇല്ല. അതിന്റെ എല്ലാവരും ഒരു ഭയപ്പെടുന്ന പോലെ തോന്നി ഇദ്ദേഹത്തിന്. അവിടെ ആ തടാകത്തിലേക്ക് ആരും പ്രവേശിക്കാത്തതായിട്ടൊക്കെ തോന്നി. അങ്ങനെ അദ്ദേഹം അടുത്തുള്ള ഋഷിമാരോട് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇതില് ഓരോന്നിലും ഓരോ മുതലകളുണ്ട്. മുതല അത് ആൾക്കാരെ അപായപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ് ആരും അവിടേക്ക് ഇറങ്ങാത്തത്. ഇത് കേട്ട അർജുനൻ അത് കൊള്ളാമല്ലോ, എങ്കിലെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അപ്പൊ ക്ഷത്രിയന്റെ ധർമ്മമാണ് വീണ്ടും അവിടെ ഉണരുന്നത് അല്ലെ. മനുഷ്യന്മാർക്ക് ഭദ്രമായിട്ട് നിൽക്കുന്ന മൃഗങ്ങളെയൊക്കെ കൊല്ലാൻ ക്ഷത്രിയന് അധികാരമുണ്ട്. മൃഗയ അല്ലെ, നായാട്ടം എന്നൊക്കെ പറയുന്നതാണ്. അല്ല വെറുതെ പോയിട്ട് കാണുന്ന മാനിനെയും ഒന്നും കൊല്ലുന്നതല്ല നായാട്ടം. ശരിക്കും ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലുകയാണ്. അതാണ് ക്ഷത്രിയന്റെ ധർമ്മം. എന്നിട്ട് സാധാരണ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഒന്നാമത്തെ ആ ഒരു തടാകത്തിലേക്ക് ചാടി ഇറങ്ങുകയും അദ്ദേഹത്തിന് ഉടൻ തന്നെ ആ മുതല കാലിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് വെള്ളത്തിലേക്ക് വലിച്ചു താഴ്ത്താൻ ശ്രമിച്ചു. പക്ഷേ അതിശക്തനായിട്ടുള്ള ഈ അർജുന വീരൻ മാത്രമല്ല, കുറച്ചു മുമ്പ് അനുഗ്രഹത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എല്ലാ ജലജീവികളിൽ നിന്നും ജയിക്കാനായിട്ടുള്ള, എല്ലാ ജലജീവികളിൽ മേലും ജയിക്കാനുള്ള ഒരു അനുഗ്രഹം കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ മുതലെ വലിച്ച് കരക്കിടുകയാണ് ചെയ്യുന്നത്. കരയ്ക്ക് വന്ന് സ്പർശിച്ച ഉടനെ തന്നെ ഈ മുതല ഒരു സുന്ദരിയായിട്ടുള്ള അപ്സരസ് ആയിട്ട് മാറുകയാണ്. അവളുടെ പേര് വർണ്ണ എന്നാണ് പേര്, വർണ്ണ. അപ്പൊ അവളോട് ചോദിക്കും എങ്ങനെയാണ്. അപ്പൊ അർജുനൻ ചോദിക്കുന്നുണ്ട്, അലോ ഭവതി, താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വളരെ നികൃഷ്ടമായിട്ടൊരു ജീവിതം അല്ലെ. മുതല എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ജീവിയൊന്നുമില്ല. ആ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രൂപവും അല്ലെ, ദേഹമൊക്കെ ഒരുമാതിരി മുള്ളുകൾ പോലെയും ഒരു ഭയവും വെറുപ്പും അറപ്പും ഒരു സ്മെല്ലും ഒക്കെ അല്ലെ, അങ്ങനെയൊക്കെയാണ്. നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ജീവിയൊന്നും അല്ല ആർക്കും. ഒരു നികൃഷ്ടമായിട്ടുള്ള ഒരു ജീവിതം എന്നാണ് സാധാരണ പറയുന്നത്. അർജുൻ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഒരു നികൃഷ്ട ജീവിതം കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ആ സ്ത്രീ വർണ്ണ, ആ അപ്സരസ് പറയുന്നുണ്ട്, ഞങ്ങള് അങ്ങനെ ഞാനും എൻ്റെ 4 സുഹൃത്തുക്കളും കൂടെ, സുഹൃത്തുക്കളുടെ പേര് പറയുന്നുണ്ട് ഇവിടെ. ഈ പേരുകൾ പറയുന്നത് നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തില് മധുരയില 9-ാം അധ്യായത്തില് 279-ാമത്തെ ശ്ലോകത്തില് ഈ ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. ലതാ ബുദ്ബുദ സമീചി സൗരഭേയി വർണ്ണ അച്യുത എന്നുള്ള ഈ അഞ്ച് പേര്, ലതാ ബുദ്ബുദ സമീപി സൗരഭേയി വർണ്ണ, ഇവര് അച്യുത ഋഷി എന്ന പേരുള്ള ഒരു ഋഷിയെ വശീകരിക്കാനായിട്ട് പോകുന്നു പറയുന്നുണ്ട്. അർജുൻ എന്താ പറയാ, ഇന്ദ്രൻ പറഞ്ഞേക്കുന്നതാണ് എന്നൊരു കഥാസന്ദർഭം അവിടെ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ചെറിയ വ്യത്യാസത്തോടെ പറയുന്നുണ്ട്.
ഇവര് കുബേരനെ കാണാൻ പോകുന്ന വഴിക്ക് ഒരു ബ്രാഹ്മണ തപസ്യയെ കണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ചൈതന്യവും പ്രഭാവവും കണ്ടിട്ട് ആകൃഷ്ടരായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിന് വശീകരിക്കാൻ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട്. രണ്ടായാലും ഒരു ബ്രാഹ്മണൻ, ഒരു മുനികുമാരൻ അല്ലെങ്കിൽ ബ്രാഹ്മണകുമാരനെ വശീകരിക്കാൻ ശ്രമിച്ചു വരും. അങ്ങനെ നമുക്കറിയാം വിശ്വാമിത്രൻ പോലും അതിൽ വീണുപോയിട്ടുണ്ടെന്ന് നമുക്ക് ചരിത്രം അല്ലെ. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? വളരെ കോപാകുലനായിട്ട് അവർ ശപിച്ചു. ഇത്രയും എന്താ പറയാ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ തപസ്സനുഷ്ഠിച്ചിരുന്ന എന്നെ ഉപദ്രവിച്ച ഒരു നികൃഷ്ടമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് നിങ്ങൾ വളരെ നികൃഷ്ടമായിട്ടുള്ള ജന്മങ്ങളായി പോയി, മുതലാളായിപ്പോട്ടെ എന്ന് ശപിക്കും. അപ്പോൾ മുതലാൾ എവിടെ താമസിക്കുന്നത്? വെള്ളത്തിൽ. ഇതിനെ ദുഃഖിച്ചിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണ സമയത്ത് ഒരു ബ്രഹ്മാവിനെ കണ്ടുമുട്ടും. സോറി, ബ്രഹ്മാവിനെ അല്ല, നാരദരെ കണ്ടുമുട്ടും. അപ്പൊ നാരദര് ചോദിക്കും എന്താ കാര്യം? അപ്പൊ അദ്ദേഹം പറയും വിഷമിക്കണ്ട, ഈ നടന്ന സംഭവങ്ങളെ വിവരിക്കും. നാരദര് പറയും വിഷമിക്കണ്ട, എത്രയും വേഗം അർജുനൻ എന്ന പേരുള്ള ഒരു മഹാവില്ലാളി വീരൻ വരികയും അദ്ദേഹം നിങ്ങളെ എന്താ പറയാ ശവമോക്ഷം തരികയും ചെയ്യുന്നു. ഇതിനു മുമ്പ് ഇവർ ശവമോക്ഷത്തിന് അല്ലെ ശാപത്തിനും മോക്ഷം ഒരു ഉപാധി കൊടുക്കുമല്ലോ സാധാരണ. ആ പെട്ടെന്നുള്ള ആ ഒരു നിമിഷത്തെ ക്രോധത്തിലാണ് ഈ മുനിമാര് ശപിക്കുന്നത്. അത് കഴിയുമ്പോൾ അവരുടെ മനസ്സ് തണുക്കും പെട്ടെന്ന്. അയ്യോ ചെയ്തു പോയി തെറ്റാണെന്ന് അവർക്ക്. കാരണം ഒരാളെ ശപിക്കുമ്പോൾ അവർ ചെയ്യുന്ന അത്രയും തപശ്ചര്യയുടെ പവർ അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അവർക്ക് അറിയാം. പക്ഷെ എങ്കിലും ഇവർ പലപ്പോഴും ശപിക്കാറുണ്ട് ഇങ്ങനെ. അപ്പൊ ഈ അപ്സരസുകള് ശവമോക്ഷം ചോദിക്കുമ്പോൾ അത് ഈ ശപിച്ചത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു കാര്യം ശവമോക്ഷമായിട്ട് തരാം, ഏതെങ്കിലും ഒരു മഹാവീരൻ വന്ന് നിങ്ങളെ ഈ ജലത്തിൽ നിന്ന് വലിച്ച് കരക്കിടുമ്പോൾ നിങ്ങൾക്ക് സ്വരൂപം തിരിച്ചു കിട്ടും എന്നുള്ളൊരു അനുഗ്രഹം കൊടുക്കും അദ്ദേഹം. അങ്ങനെ ആണ് നാരദർ അതിനുശേഷം കണ്ടുമുട്ടി. നാരദർ പറയും ഇങ്ങനെ ഒരു അർജുനൻ എന്നുള്ള വില്ലാളി വീരൻ വരും, നിങ്ങളെ വലിച്ച് കരക്കിടും, അപ്പോൾ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. 100 വർഷത്തേക്ക് മുതലാളാവാനാണ് ഈ അച്യുത ഋഷി അല്ലെങ്കിൽ ബ്രാഹ്മണകുമാരൻ ശപിക്കുന്നത്. അങ്ങനെ ആണ് ഈ കഥകളൊക്കെ പറഞ്ഞ് എൻ്റെ 4 കൂട്ടുകാരികൾ ഇതുപോലെ ഉണ്ട്. അപ്പം വർണ്ണ മാത്രമാണ് ഇപ്പൊ ശവമോക്ഷം കിട്ടിയത്. ലതാ ബുദ്ബുദ സമീജി സൗരഭി എന്ന് പറയുന്ന ബാക്കി 4 പേരുണ്ട്. അപ്പൊ എൻ്റെ 4 കൂട്ടുകാരികളെയും രക്ഷിക്കണം എന്ന് പറയുമ്പോൾ അർജുനൻ വീണ്ടും ഓരോ കുളത്തിലേക്ക് എടുത്തുചാടി ഇവർ ഓരോരുത്തരെയും വലിച്ചു കരക്കിടും. അങ്ങനെ ഇവർക്കെല്ലാം അവരുടെ പൂർവ്വരൂപം തിരിച്ചു കിട്ടുകയും അവര് സന്തോഷമായിട്ട് അവരുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള ദേവലോകത്തേക്ക്, ഇന്ദ്രലോകത്തേക്ക് അവര് തിരിച്ചു പോവുകയും ചെയ്യും. ഇത് കഴിയുമ്പോ ഇദ്ദേഹത്തിന് സ്വന്തം ഭാര്യയുള്ള ചിത്രാംഗതയെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചും അദ്ദേഹം മണിപ്പൂരിലേക്ക് പോവുകയും അന്ന് അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ യുവരാജകുമാരന്റെ സിംഹാസനത്തിൽ സ്വന്തം പുത്രനായിട്ട് ബബ്രുവാഹൻ ഇരിക്കുന്ന കണ്ട് സന്തോഷപ്പെടും. വീണ്ടും കുറച്ചുനാൾ അവിടേക്ക് ഇങ്ങനെ ഭാര്യയോടൊത്തും പുത്രനോടൊത്തൊക്കെ എന്താ പറയാ സമയം ചെലവഴിച്ചിട്ട് വീണ്ടും അദ്ദേഹം ഇങ്ങനെ യാത്രകളായിട്ട് തീർത്ഥയാത്ര തുടർന്ന് അങ്ങനെ ഇപ്പൊ അദ്ദേഹം ഉള്ളത് എവിടെയാണ്? ആദ്യം ഉണ്ടായിരുന്നത് ഈ അപ്സരസുകള്, ഈ പഞ്ചാപ്സരസ്. അതിനുശേഷമാണ് അങ്ങനെ നാരദർ പറയുന്നുണ്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടിക്കഴിയുമ്പോൾ ആ സരസുകൾ നിങ്ങളുടെ പേര് തന്നെ അറിയപ്പെടും എന്നും കൂടെ ഒരു അനുഗ്രഹം കൊടുക്കുന്നത്. അങ്ങനെ പഞ്ചാപ്സരസ്. സരസ് എന്ന് പറഞ്ഞാല് രണ്ടർത്ഥം എടുക്കല്ലേ. സരസ് എന്ന് വെച്ചാൽ തടാകം, പഞ്ചാപ്സരസ് എന്ന് ഒരുമിച്ച് പറഞ്ഞാല് ഇവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ 5 തടാകങ്ങൾ. പഞ്ചാപ്സരസ് 5 അപ്സരസുകൾ എന്ന അർത്ഥത്തിൽ എന്നാണ് ഈ തടാകങ്ങൾ അറിയപ്പെടാൻ തുടങ്ങി. തടാകങ്ങളോ കുളങ്ങളോ അറിയപ്പെടാൻ തുടങ്ങിയിരുന്നു. ഇവരുടെ പേരിലത് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇതുള്ളത് എവിടെയാണ്? ദക്ഷിണ സമുദ്ര ഭാഗത്താണ്. അങ്ങനെ പിന്നെ അദ്ദേഹം ഈ പശ്ചിമ സമുദ്ര ഭാഗം വഴി അത് എവിടെ എത്തിപ്പെടുന്നുണ്ട്? മണിപ്പൂരിൽ പോയിട്ട് വീണ്ടും അദ്ദേഹം തിരിച്ചു വന്ന് പശ്ചിമ സമുദ്രം വഴി പ്രവാസത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ പ്രവാസത്തിൽ എത്തിച്ചേരുന്നത് കൃഷ്ണ അറിയാം. അന്നും ഈ ഞാൻ പറഞ്ഞില്ലേ നെറ്റ്വർക്കിംഗ് വളരെ സ്ട്രോങ് ആയിരുന്നു അന്ന് കാലത്ത്. അർജുനൻ അവിടെ എത്തിച്ചേരുന്നതും പ്രവാസത്തിൽ എത്തിച്ചേരുന്ന അവിടെ ചക്രവർത്തിയായിട്ടുള്ള ദ്വാരകാധീശനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ അത് അറിയുകയും അവിടേക്ക് തൻ്റെ ചാരന്മാർ അറിയിക്കും ഇങ്ങനെ എത്തിയിട്ടുള്ള കാര്യം. അങ്ങനെ സ്വന്തം ആത്മമിത്രത്തിന്, കാരണം കൃഷ്ണനും അർജുനനും സമപ്രായക്കാരാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലെ, പാണ്ഡവരെ കാണുമ്പം കൃഷ്ണൻ 3 തരത്തിലുള്ള റെസിപ്രക്ഷൻ അല്ലെങ്കിൽ എന്താ പറയാ
ഒരു പ്രവൃത്തികളാ ചെയ്യാറ് അവരെ കാണുമ്പോൾ. യുധിഷ്ഠിരനെ ഭീമനെ കാണുമ്പോൾ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കും, അർജുനനെ കെട്ടിപ്പിടിക്കും, നകുല സഹദേവന്മാരെ അനുഗ്രഹിക്കും. ഇതാണ് സാധാരണ സംഭവിക്കാറ്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ അത്രയും ഇഷ്ടമാണ് കൃഷ്ണന് ഈ പാർത്ഥന്, ആത്മമിത്രമാണ്. അങ്ങനെ ഇദ്ദേഹത്തെ നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തി എന്നൊക്കെ അറിയാം, നമ്മൾ ഓടിപ്പടച്ചാണ് അല്ലെ എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ ഓടിച്ചെല്ലും, എല്ലാം ഇട്ടെറിഞ്ഞിട്ട് നമ്മൾ ഓടിച്ചെല്ലും അല്ലെ കാണാനായിട്ട്. അതും കുറെ കാലഘട്ടത്തിന് ശേഷമാണെങ്കിൽ ആ സ്നേഹത്തിനും ഒരു പറയാ ത്വരയ്ക്കൊക്കെ വളരെ ശക്തി കൂടുതലായിരിക്കും. കൃഷ്ണൻ അങ്ങനെ ഓടിയെത്തുകയാണ് സ്വന്തം ആത്മമിത്രവും കസിനുമായിട്ടുള്ള അല്ലെ അമ്മായിയുടെ മകനുമായിട്ടുള്ള അർജുനനെ. അത് മാത്രമല്ല, അവർക്കല്ലാതെ ആധ്യാത്മികമായിട്ടുള്ള ബന്ധം അല്ലെ നമുക്കറിയാം, നരനാരായണന്മാരായിരുന്നു. ആ ഒരു അർജുനനെ കാണാനായിട്ട് അദ്ദേഹം സർവ്വസന്നാഹങ്ങളുമായിട്ട് ഓടി പ്രഭാസ് തീരത്തിൽ എത്തുകയാണ്. നമുക്ക് ഇന്ന് ഈ പ്രഭാസത്തിൽ വെച്ച് നിർത്താം. അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണേ ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. നമുക്ക് 2 മിനിറ്റ് സമയമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഉലൂപി എന്ന് പറഞ്ഞ നാഗകന്യകയുടെ അച്ഛന്റെ പേരെന്താ? കൗരവ്യ എന്നാണ്. കൗരവ്യ കൗരപ്യ. കൗരവ്യ കൗരവ്യ. ഹരേ മലയാളീകരിക്കുമ്പോൾ കൗരവ്യൻ എന്ന് പറയും. സംസ്കൃതത്തിൽ കൗരവ്യ എന്ന് പറയും, നമ്മൾ മലയാളത്തിൽ കൗരവ്യൻ എന്ന് പറയും. നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ, മലയാളീകരിക്കുമ്പോൾ ഒരു ഇൻ എപ്പോഴും അല്ലെ ആഡ് ചെയ്യും നമ്മളെപ്പോഴും. രാമ എന്നുള്ളത് രാമൻ, കൃഷ്ണ കൃഷ്ണൻ എന്ന് പറയും പോലെ കൗരവ്യ എന്നാണ് സംസ്കൃതത്തിൽ മൂലഗ്രന്ഥത്തിൽ പറയുന്നത്. നമുക്കിനി അടുത്ത വെള്ളിയാഴ്ച അതിൽ ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ആവാം. നമ്മൾ ഈ പറഞ്ഞതിൽ കുറച്ചുകൂടെ ഒരു 2 മിനിറ്റ് 1.5 മിനിറ്റോളം സമയമുണ്ട് നമുക്കിനി. ആർക്കൊന്നും ചോദിക്കാനും പറയാനില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. കാരണം നമുക്ക് അടുത്ത ക്ലാസ് 7 മണിക്ക് തുടങ്ങുമല്ലോ, അതിനു മുമ്പേ നമുക്ക് നിർത്താം. അല്ലെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. പ്രഭു, താങ്ക് യു പ്രഭു. പ്രഭു 7 മണിക്ക് ഇന്ന് ക്ലാസ് ഇല്ല പ്രഭു, ഇന്ന് അവധിയാണ്. ഇന്ന് അവധിയാണോ? അത് ശരി, അത് ശരി. അതെ, ക്ഷമിച്ചാൽ. ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനോ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇവിടെ നമുക്ക് 5 മിനിറ്റ് കൂടെ നമുക്ക് നോക്കാം, പറയാം. ഞാനിരിക്കാം 5 മിനിറ്റ് കൂടെ. ഹരേ കൃഷ്ണ. ഇത് അർജുനൻ ഇപ്പൊ മണിപ്പൂരിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ചിത്രാംഗതയെ കാണാനായിട്ട്. അപ്പൊ തിരിച്ചു പോകുമ്പോ അവിടെ പുത്രൻ സിംഹാസനത്തില് രാജാവായിരിക്കുന്നു എന്നല്ലേ പറഞ്ഞ പ്രഭു? രാജാവായിട്ടുള്ള ഒരു കുട്ടിയല്ലേ, ചിലപ്പോ യുവരാജാവായിരിക്കും ഉദ്ദേശിക്കുന്നത്. മുത്തശ്ശനുണ്ടല്ലോ വലിയ ഒരുപാട്, കാരണം ഇത് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടില്ല, കാരണം 12 വർഷത്തെ വനവാസം അല്ലേ, ഗ്യാപ്പല്ലേ, അത് തന്നെ ഡൗട്ട് തോന്നിയത്. രാജാവായിട്ടുണ്ടാവില്ല, എങ്കിലും യുവരാജാവായിട്ട് ഇരുന്നിട്ടുണ്ടാവും. സിംഹാസനം ഇരിക്കാൻ കണ്ടു എന്നാ പറഞ്ഞത്. അപ്പം അന്ന് മുത്തശ്ശനുണ്ടല്ലോ. ഈ സംഭവം നടന്നിട്ട് 3 കൊല്ലം താമസിക്കും, പിന്നെയും ബാക്കി ഏതാണ്ട് കുറച്ച് വർഷങ്ങൾ പിന്നെയും ഉണ്ടല്ലോ ബാക്കി അല്ലേ, 8ഓളം വർഷം പിന്നെയും ബാക്കിയുണ്ടല്ലോ. അപ്പൊ 12 എന്തായാലും ആയിട്ടില്ല, എങ്കിൽ അർജുനൻ തിരിച്ചു പോകുമായിരുന്നല്ലോ. അപ്പൊ നല്ലൊരു 7-8 വയസ്സായപ്പോ യുവരാജാവായിട്ട് അദ്ദേഹം അഭിഷേകം നടത്തിയിട്ടുണ്ടാവും ആ മുത്തശ്ശൻ ആയിരിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ എപ്പോഴും നമുക്ക് അങ്ങനെ ഉത്തരം പറയുന്ന ഒരു മാതാജി ഉണ്ടായിരുന്നല്ലോ, മാതാജിയുടെ പേര് ഞാൻ മറന്നുപോയി. മാതാജിയെ കാണുന്നില്ലേ ഇപ്പൊ? മാതാജി പറയാം എനിക്ക് 70 വയസ്സായി എന്നൊക്കെ മാതാജി ഒന്ന് പറയണ്ടായിരുന്നു. അപ്പൊ ആ മാതാജി ആർക്കെങ്കിലും അറിയാമോ മാതാജി ആരാണെന്ന്? ജ്ഞാനാംബിക മാതാജി. ജ്ഞാനാംബിക മാതാജിയാണോ? ശരി. മാതാജി കാണുന്നില്ലല്ലോ ഇപ്പൊ? എന്ത് പറ്റിയാവോ? ഒന്ന് അന്വേഷിക്കണേ പ്രഭു, മാജിക്ക് എന്ത് പറ്റിയെന്നുള്ളത്. അന്വേഷിക്കാം പ്രഭു, അന്വേഷിക്കാം. താങ്ക് യു. ക്ലാസിന്റെ മാത്രമല്ല, നമ്മള് കൂടെയുള്ള ആൾക്കാരെ കണ്ടില്ല, നമ്മൾ അന്വേഷിക്കണമല്ലോ. അതാണ് വൈഷ്ണവരുടെ ഇതാണല്ലോ, രീതി ഇതാണല്ലോ. ചെയ്യാം പ്രഭു, ചെയ്യാം, ഉറപ്പായിട്ട് ചെയ്യാം. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നിർത്താം. താങ്ക് യു പ്രഭുജി, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭു വളരെ വണ്ടർഫുൾ ക്ലാസ്. നമുക്ക് സാധാരണ ഇങ്ങനൊരു സമയം കിട്ടാറില്ല എപ്പോഴും. നമ്മളിപ്പോ ആ പോയിന്റിൽ നിർത്തിയിട്ട് നമ്മൾ ഓടുകയാണ് ചെയ്യുന്നത് എപ്പോഴും. അപ്പൊ ഇന്ന് കുറച്ച് സമയമുണ്ട്, അതുകൊണ്ട് ആണ് ഈ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇരിക്കാന്ന് ഞാൻ പറഞ്ഞത്. അതെ പ്രഭു, അതെ പ്രഭു. അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ മറ്റൊരു ലിങ്ക് സെറ്റ് ചെയ്യാൻ നോക്കാം പ്രഭു.
അപ്പൊ പിന്നെ കുറച്ചുകൂടി സമയം കൂടുതൽ എടുക്കാൻ പറ്റും.